ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് റമദാൻ സ്പെഷ്യലായിട്ടുള്ളൊരു സിമ്പിൾ ക്രാഫ്റ്റ് ആട്ടോ. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു തുണിയുടെ കവറാണ്. നമുക്ക് നബിദിനത്തിന് കുട്ടികൾക്ക് മദ്രസയിൽ നിന്ന് മിഠായി കൊടുത്തപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു കവറാട്ടോ. അപ്പോൾ അതിൽ ഇതുപോലെ മക്കയുടെയും മദീനയുടെയും ഒരു പിക്ചറുണ്ട്. അതായത് നമ്മുടെ കഅബ ഷെരീഫിൻ്റെയും മസ്ജിദ് നബിയുടെയും ഒരു പിക്ചറാണുള്ളത്. അപ്പോൾ അത് ഞാൻ കറക്റ്റ് ഷേപ്പിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലുള്ള പിക്ചേഴ്സ് നമുക്ക് മദ്രസയിൽ നിന്നും പള്ളിയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു കലണ്ടറിലും അതുപോലെ നമുക്ക് നബിദിനത്തിൻ്റെ ടൈമിലും അതുപോലെ റമദാൻ മാസമൊക്കെ ആകുമ്പോഴും ഒരുപാട് നോട്ടീസിൽ നിന്നൊക്കെ ഇതുപോലുള്ള പിക്ചേഴ്സ് കളക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെ കളക്ട് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള സിമ്പിൾ ക്രാഫ്റ്റുകൾ കുട്ടികൾക്ക് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഞാൻ കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ചെറിയ ചെറിയ ക്ലൗഡ്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ക്ലൗഡ്സും ഞാൻ സെപ്പറേറ്റ് കറക്റ്റ് ഷേപ്പിലൊന്ന് വെട്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കഅബ ഷെരീഫും മസ്ജിദുൽ നബവിയും. ഇനി വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായ ഈ ഒരു കുഞ്ഞു കുഞ്ഞു ക്ലൗഡ്സ് ആട്ടോ. അപ്പോൾ അതും കൂടി നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. അതും കൂടി ചെയ്യുമ്പോഴാണ് കേട്ടോ നമ്മുടെ വർക്ക് കൂടുതൽ ഭംഗി ഉണ്ടാവുക. അപ്പോൾ അതാരും മിസ് ചെയ്യരുത്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലുള്ളൊരു കാർഡ്ബോർഡാണ്. അപ്പോൾ മിഠായി ബോക്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ട് മാത്രം നമുക്ക് മതി കേട്ടോ. അപ്പോൾ ഈ ഒരു പാർട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും കറക്റ്റ് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്ത് നീറ്റാക്കി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഈ ഒരു പിക്ചേഴ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെറ്റ് ചെയ്യണ്ടേ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാട്ടർ കളറാണ് എടുത്തിട്ടുള്ളത്. വാട്ടർ കളർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലൈറ്റ് ഒരു ബ്ലൂ കളറാണ് കൊടുക്കുന്നത്. ഏകദേശം നമ്മുടെ ആ ഒരു സ്കൈയുടെ സർഫേസ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ബ്ലൂ കളർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഡാർക്കായിട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ, ക്ലൗഡി ആയിട്ട് നിൽക്കുന്ന രീതിയിലൊരു സ്കൈ, ആ ഒരു എഫക്റ്റാണ് ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഒരു പിക്ചേഴ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കീറിപ്പോകാത്ത രീതിയിൽ സ്റ്റിക്ക് ചെയ്യുക. അങ്ങനെ കീറിപ്പോകുന്നില്ല, കണ്ടില്ലേ. ഇതിലേക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് പകരം നമുക്ക് ഡെക്യുപ്പേജ് ആർട്ടിന് യൂസ് ചെയ്യുന്ന ആ ഒരു ഗം വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ, ഫെവിക്കോളിന് പകരമായിട്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ മക്കയും മദീനയും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു കുഞ്ഞു കുഞ്ഞു ക്ലൗഡ്സ് ഉണ്ടല്ലോ, അതും കൂടി നമ്മുടെ ഈ ഒരു വർക്കിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഏകദേശം നമ്മുടെ ഒരു ഡെക്യുപ്പേജ് ആർട്ട് പോലെ ഉണ്ടല്ലേ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കട്ട് ചെയ്യുന്ന എല്ലാ പീസും കറക്റ്റ് ആ ഒരു ഷേപ്പിലായിരിക്കണം. അതിൻ്റെ ഔട്ട്ലൈൻസ് ഒന്നും കട്ടായി പോകാനും പാടില്ല കേട്ടോ. അപ്പോൾ പിക്ചേഴ്സ് എല്ലാം ഈ ഒരു സർഫേസിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് റമദാൻ എന്നൊന്ന് എഴുതി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അറബിയിലാണ് ഞാൻ റമദാൻ എന്നൊന്ന് എഴുതി കൊടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിലും എഴുതി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് കളറിലുള്ള മാർക്കർ പെന്നാണ്. ഇതിന് പകരം അക്രിലിക് പെൻ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. മാർക്കറൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എഴുതി തീർക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മാർക്കർ ചൂസ് ചെയ്തിട്ടുണ്ടായത്. ഇനി നമ്മുടെ കുറച്ച് പോർഷൻ ഇവിടെ ബാക്കി വന്നിട്ടുണ്ട്. അതിതുപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, അത് നമുക്ക് വെറുതെ വേസ്റ്റാക്കി കളയണ്ട, ചെറിയൊരു ബുക്ക് മാർക്കാക്കി എടുത്താലോ. അപ്പോൾ റംസാൻ സ്പെഷ്യലായിട്ടുള്ളൊരു കുട്ടി സിമ്പിൾ ബുക്ക് മാർക്കാണ് ചെയ്തെടുക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നുമില്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇതിലേക്ക് ഞാൻ റമദാൻ മുബാറക് എന്നൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല കേട്ടോ, 2025 എന്നുകൂടി താഴെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്തിട്ടുള്ളത് ഡാർക്ക് ബ്ലൂ കളർ സ്കെച്ച് യൂസ് ചെയ്തിട്ടാണ്. ഇനി നമുക്ക് കുറച്ച് ലെറ്റേഴ്സ് ഇതുപോലെ ഒന്ന് ഡാർക്കൺ ചെയ്ത് കൊടുക്കാനുണ്ട്. അതുപോലെ 2025 എന്നുള്ളതും കൂടി ഒന്ന് ഡാർക്കൺ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടൊരു ബുക്ക് മാർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലൊരു ഹോൾ ഇട്ടിട്ട് നമുക്ക് ത്രെഡ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്യൂട്ട് വർക്കാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ പിക്ചേഴ്സൊക്കെ ഇട്ടാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിത് സാധാ ഒരു മിഠായി ബോക്സിൻ്റെ കാർഡ്ബോർഡിലാണ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് നല്ല കട്ടിയുള്ള റൗണ്ട് ഷേപ്പിലുള്ള ഒരു കേക്ക് ബോർഡിലോ കാർഡ്ബോർഡിലോ ഒക്കെ സ്റ്റിക്ക് ചെയ്തിട്ട് വാളിൽ
വാൾ ഡെക്കറായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഈ ഒരു വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളും എംബ്രോയ്ഡറി വർക്കുകളും അതുപോലെ തന്നെ ഗ്ലാസ് പെയിൻറ്റിങ്, ഫാബ്രിക് പെയിൻറ്റിങ് വർക്കുകളൊക്കെയാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യാം കേട്ടോ. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ടൈമിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സമാധാനവും സന്തോഷവും നിറഞ്ഞ റമദാൻ മാസം ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടാണ് നമുക്ക് പുതിയ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇടാനുള്ളൊരു പ്രചോദനം എന്ന് പറയുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.